ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അമ്പൽപ്പൂ കാണാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങളുടെ ഒരു ലേഡീസ് ട്രിപ്പായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളൊരു 10-12-13 പേരുണ്ട്, പിന്നെ 2 കൊച്ചു പിള്ളേരും ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ 5 മണിക്ക് പോകാനായിട്ടാണ് പ്ലാൻ ഇട്ടേ. പക്ഷെ 5 മണിക്ക് എല്ലാവരും എത്തിയില്ല. അങ്ങനെ 6 മണിയായി ഞങ്ങൾ ഇവിടുന്ന് പോയത്. പത്തനംതിട്ടയിൽ നിന്ന് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 7, 7:15, 7:30 ആയപ്പോഴത്തേക്കും 7 മണി 7:30 മുമ്പ് എത്തി ഞങ്ങൾ. അത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം. ഒരു 400 ഏക്കർ കണ്ടത്തിലാണ് ഈ ആമ്പൽ വസന്തം വിരിഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ ഭയങ്കര ആളായിരുന്നു. ഞങ്ങൾ എന്നിട്ടും ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആളുണ്ട്, നല്ല പൂ കാണാനും നല്ല രസമുണ്ട്. അതുപോലെ വിരിഞ്ഞ് നിൽക്കുക. നമുക്കത് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല പിങ്ക് കളറിലാണ് നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ ഇത് 4-മത്തെ പ്രാവശ്യമാണ് കണ്ടത്. ഞാൻ കോട്ടയത്തെ മലരിക്കൽ 2 പ്രാവശ്യം പോയി, പിന്നെ പള്ളത്ത് പോയി, പിന്നെ ഇപ്പോൾ അതെല്ലാം ഞാൻ ഹസ്ബൻഡും തന്നെയാണ് പോയത്. ഇപ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം. അതൊരു വേറെ ലെവല്, ലേഡീസ് ഒള്ളി ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത്. ഞങ്ങളൊരു ലാസിയ തിരുവാതിര ഗ്രൂപ്പാണ്. അപ്പം അതിൻ്റെ ഇതിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെയും പോയത്. എല്ലാവരും വന്നില്ല, വരാൻ പറ്റുന്നവർക്കൊക്കെ വരാൻ പറ്റി. അങ്ങനെ ഞങ്ങളങ്ങനെ പോയി. അവിടെ ചെന്ന് നമുക്ക് വലിയ വള്ളമുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് പോകാനായിട്ട് വലിയ വള്ളമാണ് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തത്. അപ്പോൾ അന്നേരം ഒരാൾക്ക് 100 രൂപ എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് അവർക്ക് 13 പേരും പിന്നെ പിള്ളേരുമായിരുന്നു. പിന്നെ അവിടെ വള്ളത്തിൽ നമ്മളെ അവർ കൊണ്ടുപോകും, ദൂരോട്ട് കൊണ്ടുപോയി ഈ ആമ്പലിൽ ഒത്തിരി വിരിഞ്ഞ സ്ഥലമുണ്ട്. ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ ചെറിയ വള്ളം അവിടെ നമ്മുടെ അടുത്തോട്ട് വന്നു, ചെറിയ വള്ളവും. അപ്പം ആ ചെറിയ വെള്ളത്തിൽ കയറി കുറേശ്ശെ ഓരോരുത്തരായിട്ട് ഈ 2 പേരായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ ഒന്ന് കറക്കി അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. എന്തായാലും അതൊരു നല്ല മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. കാരണം ഇത് കണ്ടമാട്ടോ, കായലല്ല. കണ്ടായതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ഇപ്പം വീണ് പോയാൽ തന്നെ ചെളിയാ വരുത്തുള്ളൂ, അധികം താഴ്ചയില്ല. വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടുള്ള ആ ഒരു ഇതുള്ളൂ. ഇതിപ്പോൾ കൃഷി ചെയ്യുന്ന കണ്ടം തന്നെയാണ് ഇത്. ഇവരിപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് കഴിയുമ്പോഴേ വെള്ളം എല്ലാം മാറ്റിയിട്ട് പിന്നെ അതിൽ നിന്ന് അവർ ഉഴുത് ട്രാക്ടറും കൊണ്ട് ഉഴുത് കൃഷി ഇറക്കും. പിന്നെ കൃഷിയാണ്, നെൽകൃഷിയാണ്. അപ്പം ഇത്രയും സമയങ്ങളിലാണ് ഇത് തന്നെ കിളിച്ച് വരുന്നത്. ഇതാരും നടുന്നതല്ല. ഒരു കൃഷി കഴിയുമ്പോഴത്തേക്കും അടുത്ത വെള്ളം കെട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആമ്പല് വിരിയുന്നതാണ്. അപ്പം ആദ്യമൊക്കെ ഇവിടെ കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പല സ്ഥലത്തേക്ക് ഇങ്ങനെ വ്യാപിച്ച് കുറേ ഏക്കറിലേക്കായി. ഇത് 400 ഏക്കറാണെന്ന് അവിടെ നിന്നവർ പറഞ്ഞ്. 400 ഏക്കറിലുണ്ട് ഈ ആമ്പൽ പൂവ്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ വെളുത്ത പൂവുണ്ട് കേട്ടോ, വെളുത്ത ആമ്പലുണ്ട്. അത് പക്ഷേ അത്ര ഈ പിങ്കിനോടത്തോളം ഭംഗി വരത്തില്ല. പിങ്ക് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ്, എല്ലാം വിരിഞ്ഞ് നിൽക്കുന്നു. പിന്നെ ഞങ്ങളങ്ങനെ പറിച്ചൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ വള്ളത്തെ തന്നെ അവർ പറിച്ച് കുറേ പൂ വച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ എടുത്ത്. പിന്നെ 1-2 ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടൊന്ന് പറിച്ചെന്നുള്ളൂ, അല്ലാതെ പറിച്ചിട്ടില്ല. ഈ പൂവ് അവർ തന്ന പൂവ് തന്നെയാണ്. ആ പൂവിലാണ് ഞങ്ങളിങ്ങനെ ഇത് ഫോട്ടോയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ അങ്ങനെ കുറേ നേരം ഒരു 9:30 വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു വരട്ടെ. അപ്പോഴത്തേക്കും പിന്നെ പൂവും വെയിലും വരും, പൂ വാടുകയും ചെയ്യും. അപ്പം അതിന് മുമ്പ് നമ്മൾ പോകുന്നവരെന്തായാലും വെളുപ്പിനെ പോയി വേണം ഇത് കാണാനായിട്ട്. ഞങ്ങൾ പോയ സമയം നല്ല സമയമായിരുന്നു. വൈകി പോയെങ്കിൽ പക്ഷെ അവിടെ ചെന്ന് ഞങ്ങളുടെ കറക്റ്റ് ടൈമായിരുന്നു, നല്ലൊരു സമയമായിരുന്നു. അപ്പം നന്നായിട്ട് കാണാനും പറ്റി. വലിയ തിരക്കില്ലായിരുന്നു. സൺഡേ ആയാൽ ഭയങ്കര തിരക്കാണെന്നാണ് എല്ലാവരും പറഞ്ഞതും. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയ തിരക്ക് വന്നില്ല. ഞങ്ങൾ പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും തിരക്കായി തുടങ്ങി കേട്ടോ. ഞങ്ങൾ ചെന്ന ആ സമയം എന്തോ നല്ല സമയമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തിലും പോയി ഇങ്ങനെ കുറേയൊക്കെ ഫോട്ടോയും അങ്ങനെ ഇങ്ങനെ എടുത്ത് ആ ഒരു ദിവസം അങ്ങനെ ഒരു നല്ല ഭംഗിയാക്കി ഇട്ടു. പക്ഷെ ഇത് ഈ രാവിലെ ഉച്ച കഴിഞ്ഞ് പോകുന്നവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ ആമ്പലങ്ങ് കൂമ്പിപ്പോവും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കണ്ടാലാണ് അത് വിടർന്നിരിക്കത്തുള്ളൂ. വെയിലായി കഴിഞ്ഞാൽ ആമ്പലങ്ങ് ഇതായി പോകും. അങ്ങനെ ഞങ്ങളെല്ലാവരും ചെറിയ ഡാൻസും ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് അവിടെ നിന്ന് ഒരു രസം, എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം. അങ്ങനെ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുമരകം പോയി, അവിടെയും ബോട്ടിങ്ങിന് പോയി. അങ്ങനെ വൈകിട്ടേ വീട്ടിലെത്തിയുള്ളൂ. അതുവരെ ഇങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഇതിനായിട്ട് തന്നെ അങ്ങ് മെനക്കെട്ടു. ഇതിനകത്ത് ഞങ്ങൾ ഒരു ട്രാവലർ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പം അതൊരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു. ഇനി അടുത്ത വർഷമാണ് ഇതുപോലെ കാണാൻ പറ്റത്തുള്ളൂ. എല്ലാ വർഷവും ഇപ്പം ആമ്പൽ പൂക്കുന്നുണ്ട്. എല്ലാ വർഷവും നല്ല രസമുണ്ട്. പറ്റുമെങ്കിൽ നമുക്കിനി അടുത്ത വർഷം കൂടെ കാണാം.
അപ്പോൾ ഓക്കെ, താങ്ക് യു. പോകണം എന്ന ആഗ്രഹമുള്ളവർ ഇതധികം വൈകാതെ പോയി കാണേണ്ട ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒറ്റ വള്ളത്തേലൊക്കെ നമുക്ക് ചെറിയ വള്ളത്തേൽ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വള്ളത്തിൽ ഇങ്ങനെ പോയി. അപ്പം അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി, അതിന് വേറെ പൈസ കേട്ടോ. അപ്പം അതങ്ങനെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.